പുലർച്ചെ 2:30 മുതൽ അതിർത്തിയിലെ ജനവാസ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് പാക് സേന നടത്തിയത് കനത്ത ഷെല്ലാക്രമണം. 40-ലേറെ പേർക്ക് പരിക്കുണ്ട്. പൂഞ്ച്, രജൌരി, മെന്താർ, ഉറി മേഖലകളിലാണ് പാക് പ്രകോപനം. പൂഞ്ചിൽ കനത്ത നാശനഷ്ടം. വീടുകളും സ്ഥാപനങ്ങളും ലക്ഷ്യമിട്ട് പാക് സേന പീരങ്കി ആക്രമണം നടത്തി. ഇന്ത്യൻ സേന തിരിച്ചടി നൽകിയതോടെ മണിക്കൂറുകൾക്ക് ശേഷം പാക് സേന പിന്മാറുകയായിരുന്നു. അതിർത്തി മേഖലയിൽ നിന്ന് താമസക്കാരെ ഒഴിപ്പിക്കാൻ നിർദ്ദേശം നൽകി. 5 അതിർത്തി ജില്ലകളിൽ മുഴുവൻ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചു. ജമ്മു, ശ്രീനഗർ വിമാനത്താവളങ്ങളിൽ നിന്ന് യാത്രാ വിമാനങ്ങളുടെ സർവീസ് അവസാനിപ്പിച്ചു. വിമാനത്താവളങ്ങൾ പൂർണ്ണമായും സൈനിക നിയന്ത്രണത്തിലായി. അവധിയിലുള്ള അർദ്ധസൈനികരോട് മടങ്ങിയെത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ അതിർത്തി സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും ചീഫ് സെക്രട്ടറിമാരുടെയും പോലീസ് മേധാവിമാരുടെയും യോഗം വിളിച്ചു ചേർത്തു. പാകിസ്ഥാന്റെ മുഖത്ത് ഇന്ത്യൻ സൈന്യം നൽകിയ കനത്ത പ്രഹരത്തിന് അതിർത്തിയിലെ ജനവാസ മേഖലകൾ ആക്രമിച്ചുകൊണ്ടാണ് പാകിസ്ഥാൻ പ്രതികാരം ചെയ്യുന്നത്. ഇതിന് ഇന്ത്യൻ സൈന്യം തക്കതായ മറുപടി തന്നെ നൽകും. ബാരാമുള്ളയിൽ നിന്നും ജോഗേഷ് സിംഗിനൊപ്പം ബൽറാം നെടുങ്ങാടി, 24. അപ്പോൾ എന്തായാലും ആ രീതിയിൽ പാക് സേനയുടെ ഷെല്ലാക്രമണം അതിർത്തിയിൽ നടക്കുന്നുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നുണ്ട്.